യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതിരൂക്ഷ വിമർശനം. മത സാമുദായിക സംഘടനകളോട് വിധേയത്വം പുലർത്തുന്ന കോൺഗ്രസിന്റെ സമീപനം വളരെ അപകടകരമാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ആശയങ്ങളിൽ ചില നേതാക്കന്മാർ വെള്ളം ചേർക്കുകയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വമാണ് വേണ്ടതെന്നും രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് ഈ തലമുതിർന്ന നേതൃത്വത്തോടൊക്കെ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഇങ്ങനെ ആക്രമിക്കുന്നത്? കഴിഞ്ഞ 3 ദിവസമായി കൊച്ചിയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പ് നടക്കുന്നത്. ഇതിൽ ഇന്നലെ നടന്ന സംഘടനാ പ്രമേയത്തിലും സമാനമായ വിമർശനം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ നടത്തിയിരുന്നു. അതിൽ ഈ പല കാര്യങ്ങളും ഉന്നയിക്കുകയും ചെയ്തു. അതിന് പുറമെയാണ് ഇന്ന് രാഷ്ട്രീയ പ്രമേയത്തിലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ, കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. സമീപകാല സംഭവ വികാസങ്ങളെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടുകൂടിയാണ് ഈ വിമർശനങ്ങളുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മതസാമുദായിക സംഘടനകളോടുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടപെടലിനെയാണ് നിശ്ചിതമായി യൂത്ത് കോൺഗ്രസ് വിമർശിക്കുന്നത്. അത് അപകടകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലും മതസാമുദായിക സംഘടനകളോട് വിധേയത്വപ്പെടേണ്ട ആവശ്യം കോൺഗ്രസിനില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് യൂത്ത് കോൺഗ്രസ് നൽകുന്നത്. പലപ്പോഴും ഇതൊരു വിധേയത്വമായാണ് കാണുന്നത്. അതിനപ്പുറത്തേക്കൊരു ബഹുമാനത്തിനപ്പുറത്തേക്കൊരു വിധേയത്വത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുന്നറിയിപ്പ്. ഒപ്പം ഈ പല കാഴ്ചപ്പാടുകളിലും നെഹ്റു കോൺഗ്രസിന് പകർന്നിട്ടുള്ള നെഹ്റുവിൻ്റെ ആശയങ്ങളിൽ പല നേതാക്കളും വെള്ളം ചേർക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വർഗീയതയെ നേരിടേണ്ടത് വർഗീയത കൊണ്ടല്ല എന്നുള്ളൊരു താക്കീതിൻ്റെ സ്വരത്തിൽ തന്നെയാണ് പ്രമേയത്തിൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഒപ്പം മറ്റൊരു വിമർശനമുള്ളത്, കേരളത്തിൽ ഒരു കമ്മ്യൂണൽ ആക്ടിവിസത്തിൻ്റെ നാളുകളാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള ഒരു ആശങ്ക യൂത്ത് കോൺഗ്രസ് ഈ പ്രമേയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വത്തെ മാത്രമല്ല അക്കാര്യത്തിൽ പറയുന്നത്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയങ്ങളും ഇത്തരത്തിൽ സമുദായവൽക്കരിക്കപ്പെടുന്ന ഒരു കാലമാണിത്. അത് അത്യന്തം അപകടകരമാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് യൂത്ത് കോൺഗ്രസ് ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ നൽകുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ സമൂഹ കാര്യങ്ങളെ വലിയ തോതിൽ വിമർശിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ രാഷ്ട്രീയ പ്രമേയം എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനപ്പുറത്തേക്ക് നിലവിൽ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ, പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പേരിൽ ക്രെഡിറ്റ് തർക്കമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനുമൊക്കെ ഒളിയമ്പുകളും ഈ രാഷ്ട്രീയ പ്രമേയത്തിലുണ്ട് എന്നുള്ളതും നമുക്ക് ഒഴിച്ചുകൂടാനാവില്ല. ആരുടെയും വ്യക്തിപരമായ നേട്ടം കൊണ്ടുണ്ടായതല്ല ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ എന്നുള്ള ഒരു ബോധ്യം എല്ലാ നേതാക്കൾക്കും വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഒറ്റ വരിയിൽ ആ രാഷ്ട്രീയ പ്രമേയത്തിൽ യൂത്ത് കോൺഗ്രസ് നൽകുന്നുണ്ട്. ആ ഒറ്റ വരിയിൽ തന്നെ എല്ലാവർക്കുമുള്ള ഒരു വിമർശനമുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും കഴിഞ്ഞ 3 ദിവസം നടന്നു വന്ന രാഷ്ട്രീയ പഠന ക്യാമ്പ് ഇന്ന് സമാപിച്ചിരിക്കുകയാണ്. ഈ സമാപിക്കുന്നതിന് മുൻപ് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിലാണ് ഇത്രയും വിമർശനങ്ങൾ ഉള്ളത്. SKN. താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.